തരംഗമായിക്കൊണ്ടിരിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ NIA അന്വേഷണം വരുന്നതായി റിപ്പോർട്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയെ ഭീകര സംഘടനയുടെ ലിസ്റ്റിൽപ്പെടുത്തി അതിന്റെ പ്രവർത്തകർക്കും സംഘാടകർക്കുമെതിരെ ശക്തമായ നിയമ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ വിഷയം ചർച്ച ചെയ്തതായും സ്ഥിതിഗതികൾ പരിശോധിക്കാൻ തീരുമാനിച്ചതായുമുള്ള വാർത്ത കർമ്മ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അതിന്റെ ബാക്കി എന്നോണം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ വിഷയത്തിൽ അടിയന്തരമായി പരിശോധനകൾ നടത്തി മറ്റ് ഏജൻസികളുമായി ചേർന്ന് കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഓൺലൈനിലൂടെയും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഇപ്പോൾ ക്യാമ്പയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പാർട്ടി നേരത്തെ തെരുവിൽ ഇറങ്ങാനുള്ള ആഹ്വാനം നടത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പിന്നീട് അതിന്റെ പ്രയോക്താവ് അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാലും ഓൺലൈനിലൂടെ ഇത്തരം രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയും ഭരണവിരുദ്ധത കാണിക്കുകയും രാജ്യദ്രോഹ നടപടികൾക്ക് പ്രോത്സാഹനം നൽകുകയും അതിനൊക്കെ തന്നെ ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഗുരുതരമായ അവസ്ഥയാണ് ഇത് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ ഏജൻസി ശക്തമായ നടപടിയുമായി എത്തുന്നത്. അതുപോലെ തന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ശക്തമായ നടപടികൾ തുടരും. വിദേശത്ത് ഇരുന്നു കൊണ്ട് ഇക്കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന 3-4 പേർ ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയിൽ തന്നെ നിരവധി ഫോളോവേഴ്സും അതുപോലെ IT മേഖലയിലും മറ്റ് പ്രൊഫഷണൽ മേഖലകളിലും ജോലി ചെയ്യുന്നവരും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ സ്ഥാപനങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ ഏജൻസി മെയിലുകൾ അയക്കും. ഇവരെയൊക്കെ ജോലിയിൽ നിന്ന് പുറത്താക്കാനും പ്രോസിക്യൂട്ട് ചെയ്യാനുമുള്ള അനുമതി തേടുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു രാജ്യവിരുദ്ധ ഏജൻസി തട്ടിക്കൂട്ടി രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതികൾക്കെതിരെ അടക്കം ഇത്തരം നടപടികളും ഇത്തരം ക്യാമ്പയിനുകളും വരുന്നത് രാജ്യസുരക്ഷയെ തന്നെ കാര്യമായി ബാധിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിലാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ ഭീകരരായി തന്നെ മുദ്ര കുത്തിക്കൊണ്ടുള്ള അന്വേഷണമായിരിക്കും നടക്കുക. പ്രത്യേക വകുപ്പ് പ്രകാരം ഇവരെ ജയിലിലിടാനും മറ്റ് നിയമ നടപടികൾക്ക് വിധേയരാക്കാനും ആലോചനയുണ്ട്. രാജ്യവിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ആരെയും വെറുതെ വിടില്ല, അതിനെ എന്ത് വില കൊടുത്തും നേരിടും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏതാനും ദിവസം മുൻപ് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു. അതിന്റെ ബാക്കിയെന്നോണമാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിലെ പോലെ യുവാക്കളെ തെരുവിൽ ഇറക്കി രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം ഒരു തരത്തിലും അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അതിശക്തമായ നടപടികൾ കൈക്കൊള്ളും. ഇതിൽ പെടുന്നവരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഒന്നും ഒരു തരത്തിലും വെറുതെ വിടില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്ന് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.